പ്രിയ സഹോദരങ്ങളെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യത്തിന്റെ 94-ാം വാർഷികം ആചരിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. പുനരൈക്യ ശതാബ്ദി ആഘോഷത്തിന് കേവലം 5 വർഷം കൂടി മാത്രമാണ് ഉള്ളത്. ഈ അവസരത്തിലെ ശതാബ്ദിക്ക് ഒരുക്കമായിട്ട് വചനവർഷമായിട്ട് ആഘോഷിക്കുവാനായിട്ട് സഭ തീരുമാനിച്ചിരിക്കുന്നു. ഈ വചനവർഷത്തിന്റെ ആഘോഷത്തിലൂടെ ഒരു നവീകരണ അനുഭവത്തിലെ ശതാബ്ദിക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഈ പുനരൈക്യ വാർഷിക ആഘോഷത്തിന് ഒരുങ്ങുന്നതായ അവസരത്തില് പ്രവാസി ലോകത്ത് മലങ്കര പുനരൈക്യത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആധുനിക എക്യുമെനിസം എന്ന് പറയുന്ന ചിന്ത ആരംഭിക്കുന്നത് തന്നെ പ്രവാസി മിഷൻ പശ്ചാത്തലത്തിലാണ്. 1910 എഡിൻബ്രോയിൽ നടന്നതായ കോൺഫറൻസ് ആണ് ആധുനിക എക്യുമെനിസത്തിന്റെ തുടക്കമായിട്ട് ദൈവശാസ്ത്രജ്ഞന്മാർ പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. ആഫ്രിക്കയിലും ഏഷ്യയിലും വിവിധ പ്രദേശങ്ങളിൽ മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നതായ മിഷണറിമാരുടെ ഒരു യോഗമായിരുന്നു 1910 എഡിൻബ്രോയിൽ നടന്നത്. മിഷൻ പ്രവർത്തനം സജീവമാക്കുവാനായിട്ട് എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതികളാണ് അവലംബിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുവാനായി വിവിധ മിഷണറി സമൂഹത്തിൽപ്പെട്ടതായ ആളുകൾ ഒരുമിച്ച് എഡിൻബ്രോയിൽ ചേരുകയും ആ മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച്, പ്രേക്ഷിത ചൈതന്യത്തെക്കുറിച്ച്, പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തതായ അവസരത്തില് പ്രേക്ഷിത പ്രവർത്തനം സജീവമാകണമെന്നുണ്ട് എങ്കിൽ വിഭജിത സഭയ്ക്ക് അത് സാധിക്കുകയില്ല, സഭകൾ ഒരുമിച്ച് വരേണ്ടത് ആവശ്യമാണ് എന്ന ഒരു ചിന്തയിലേക്ക് കടന്നു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചിന്ത വിഭജിത സഭകളിലെ യോജിപ്പിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പ്രേരകമായി തീർന്നു. സഭാഐക്യത്തെക്കുറിച്ചുള്ള ചിന്ത ഈ ഒരു പശ്ചാത്തലത്തിലാണ് രൂപപ്പെടുന്നത്. 1910 എഡിൻബറോ കോൺഫറൻസിൽ സംബന്ധിച്ചതായ ഏതാനും ദൈവശാസ്ത്രജ്ഞന്മാർ ഭാരതത്തിൽ നിന്നും ഉണ്ടായിരുന്നു. അവർ ഭാരതത്തിൽ തിരിച്ചു വന്നതിന് ശേഷം സറാംപൂർ കേന്ദ്രീകരിച്ച് ഈ സഭാഐക്യത്തെക്കുറിച്ചുള്ളതായ ചിന്തകൾ തുടരുകയും ചെയ്തു. അങ്ങനെ സഭാഐക്യത്തെക്കുറിച്ച് സറാംപൂരിൽ ചർച്ചകൾ നടക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിലാണ്, പ്രത്യേകമായ സ്ഥലത്തേക്കാണ് ധന്യൻ മാർ യുവാനിയോസ് പിതാവ് 1912 ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുവാനായിട്ട് ആദ്യം വരുന്നതും 1913 പിന്നീട് കോളേജിലെ പ്രൊഫസറായിട്ട് അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1910 എഡിൻബ്രോയിൽ നടന്ന കോൺഫറൻസിന്റെ തുടർച്ചയായി വിവിധ ഭൂഖണ്ഡങ്ങളിലെ ഈ ആശയങ്ങളുടെ പ്രചാരണത്തിനായി YMCAയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന റിച്ചാർഡ് മോട്ടിനെ നിയോഗിക്കുകയുണ്ടായി. അദ്ദേഹം ഭാരതത്തിൽ വന്നപ്പോൾ ഭാരതത്തിലെ സഭകളെക്കുറിച്ച് പഠിക്കുകയും ഭാരതത്തിൽ പ്രവർത്തിച്ച മിഷണറിമാരുടെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് മർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയില് മർത്തോമ സഭ രൂപപ്പെട്ടു വരുന്നതായ ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് വിഭജിതരായ അവിഭക്ത മലങ്കര സഭയും മർത്തോമ സഭയിൽപ്പെട്ടതായ നവീകരണ കക്ഷിയിൽപ്പെട്ടതായ നേതാക്കന്മാരെയും ഒരുമിച്ച് വിളിച്ചു ചേർത്തുകൊണ്ടുള്ളതായ ഒരു യോഗം നടക്കുകയുണ്ടായി. ഈ യോഗത്തില് ധന്യൻ മാർ യുവാനിയോസ് പിതാവ് സംബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ സഭാഐക്യത്തെക്കുറിച്ചുള്ളതായ ചിന്തകളും ചർച്ചകളുടെയും പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സറാംപൂരിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സഭാഐക്യം എന്ന് പറയുന്നത് ഈ പ്രവാസി ലോകത്തിന്റെ പ്രത്യേകമായ തലത്തിൽ ആരംഭിച്ചതായ ചിന്തകളെ ഉൾക്കൊള്ളുവാനായിട്ട്, സ്വീകരിക്കുവാനായിട്ട് ധന്യൻ മാർ യുവാനിയോസ് പിതാവിന് സാധിച്ചു. അതിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ച ധന്യൻ മാർ യുവാനിയോസ് പിതാവ് മലങ്കര സഭയുടെ നവീകരണത്തിന് വേണ്ടി, സഭകളുടെ ഐക്യത്തിനു വേണ്ടി ബദരി പ്രസ്ഥാനം ആരംഭിക്കുകയും അത് പുനരൈക്യത്തില് വന്ന് നിൽക്കുകയുമാണ് ചെയ്തത്. കേരളത്തിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്കുള്ളതായ കുടിയേറ്റം ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചതായ ആളുകള് മലയ, സിംഗപ്പൂർ പോലെയുള്ളതായ പ്രദേശങ്ങളില് ജോലിക്കായിട്ട് പോയി. അതിനുശേഷം അവിടെ നിന്ന് ഗൾഫിലേക്ക്, അമേരിക്കയിലേക്ക്, അതുപോലെയുള്ളതായ സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയുണ്ടായി. വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്ത്യാനികളാണ് എങ്കിലും വിവിധ സഭാ വിഭാഗങ്ങളിൽ പെടുമ്പോൾ ഒരുമിച്ച് മലയാളികൾ ഒരുമിച്ച് സംഗമിക്കുവാനായിട്ട്
ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സഹായകമായ സാഹചര്യങ്ങൾ അവർ അന്വേഷിച്ചിരുന്നു. പിന്നീട് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി കുടിയേറ്റത്തിൻ്റെതായ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പുതിയ വ്യവസായ മേഖലകൾ ആരംഭിച്ചപ്പോൾ അവിടെ തൊഴിൽ തേടിയും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് മേഖലയിൽ ജോലി തേടിയും ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തേക്ക് വടക്കേ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വരികയുണ്ടായി. ഈ പ്രദേശങ്ങളിലും മലയാളികൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ വിവിധ സഭയിൽപ്പെട്ടതായ വിഭാഗങ്ങളിൽപ്പെട്ടതായ ആളുകൾ ഒരുമിച്ച് ചേരുകയും കേരള ക്രിസ്ത്യാനികളുടെ സംഗമം, കേരള കത്തോലിക്കരുടെ സംഗമം തുടങ്ങി വിവിധ പേരുകളിൽ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് സംഘടിക്കുകയും ചെയ്തു. അങ്ങനെ ആരംഭിച്ചതായ സഭാ ശുശ്രൂഷകള് ഒരു സഭായിക്യ തലത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചതും വളർന്നിട്ടുള്ളതും. പ്രവാസ ലോകത്തില് ഒരു വിഭാഗത്തിന്റെ മാത്രമായിട്ട് നിൽക്കുക എന്നുള്ളതിനേക്കാൾ വിവിധ വിഭാഗത്തിൽപ്പെട്ടതായ ആളുകൾ, വിശ്വാസികൾ ഒരുമിച്ച് വരികയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രത്യേകമായ ഒരു ആവശ്യമായി ഈ കാലഘട്ടം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും കേരളത്തിന് പുറത്ത് ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഭാരതത്തിന് പുറത്ത് വിവിധ രാജ്യങ്ങളിലായി താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഭകൾ ഒരുമിച്ച് നിൽക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇന്നിന്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് നേരെയുള്ളതായ വെല്ലുവിളികൾ നേരിടുന്നതായ, ക്രൈസ്തവർ പൊതുവായിട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് ഓരോരുത്തരും ഒറ്റയ്ക്കല്ല ശ്രമിക്കേണ്ടത്, നേരെ മറിച്ച് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എന്ന ഒരു തിരിച്ചറിവ് സഭായിക രംഗത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ പൊതു ആവശ്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ചും സെമിത്തേരി പോലെയുള്ളതായ ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു വിഭാഗത്തിന് വേണ്ടി അതൊരു ചെറിയ ന്യൂനപക്ഷമാകുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം സെമിത്തേരി അനുവദിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടതായ ക്രൈസ്തവ സഹോദരങ്ങൾ ഒരുമിച്ച് ഒരു പ്രത്യേകമായ സ്ഥലത്ത് സെമിത്തേരി ആരംഭിക്കുക, ഒരുമിച്ച് അതുപോലെയുള്ളതായ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനായിട്ടുള്ളതായ ആവശ്യങ്ങളും കൂടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഉള്ളത്. വളരെ പ്രത്യേകമായി പ്രവാസി ലോകത്ത് വിവിധ വിഭാഗത്തിൽപ്പെട്ടതായ സഭാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന വൈദികരും സമർപ്പിതരും വിശ്വാസിഗണവും ഒരുമിച്ച് സഭായിക പ്രാർത്ഥനകൾ നടത്തുന്നതായ രീതിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഭകളെ ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് ഇങ്ങനെ ഒരു പ്രവാസി ലോകത്ത് ഒരുമിച്ച് വരേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളതിന് സംശയമില്ല. ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ശ്രീറാംപൂരിലെ പ്രത്യേകമായ പ്രവാസ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നതായ അവസരത്തിലും YMCA കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടതായ ആളുകളുടെ കൂടിവരവുകളെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതായ ഒരു പാരമ്പര്യം പതിവ് ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം. അതുപോലെ തന്നെ പുനരൈക്യത്തിന് ശേഷം വിവിധ പൗരസ്ത്യ കിഴക്കൻ സഭകളിൽപ്പെട്ടതായ ആളുകൾ പുനരൈക്യപ്പെട്ടതായ കത്തോലിക്ക സഭയിൽ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ളതായ ആലോചനകളും ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ആരംഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിൻഗാമികളായി കടന്നു വന്നതായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും സിറിൽ മാർ ബസേലിയോസ് പിതാവിന്റെയും നേതൃത്വത്തിലും മലങ്കര സഭയിലെ പിതാക്കന്മാര് ഈ പ്രവാസി ലോകത്തില് സഭായിക ശുശ്രൂഷയ്ക്ക് ഗൗരവമായ നേതൃത്വമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് മലങ്കര സഭയെ നയിക്കുന്നതായ ബസേലിയോസ് കാർഡിനൽ ക്ലീമീസ് കാതോലിക്ക ബാബ സഭായിക്യത്തെക്കുറിച്ച് പഠിക്കുകയും ആ സഭായിക ശുശ്രൂഷകളുടെ ഭാഗമായി വിവിധ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുവാനായിട്ട് അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പുനരൈക്യത്തിന്റെ സഭായിക്യത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന സ്വത്വത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നാം ഏത് പ്രദേശത്തായിരുന്നാലും ആ പ്രദേശത്തെ വിവിധ സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരോട് സഹകരിച്ചുകൊണ്ട് പൊതുവായി ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ളതായ ഒരു വലിയ കടമ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കുന്നതായ അവസരത്തിൽ സഭ അനുവദിക്കുന്ന രീതിയിലുള്ളതായ കൂടിച്ചേരലുകളാണ് പ്രധാനമായിട്ടും നടക്കേണ്ടത്. കൂദാശ സംസർഗത്തെ സംബന്ധിച്ച് സഭകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന കാരണത്താൽ തന്നെ
ആ സംസർഗമില്ലാത്ത സാഹചര്യങ്ങളിൽ ഓരോ സഭയും ആ സഭയുടേതായ കൂദാശകൾ അനുഷ്ഠിക്കുവാനായിട്ട് അത് പരികർമ്മം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ച് ജീവിക്കുവാനും നാം കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ കൂദാശ സംസർഗമില്ലാത്തതായ സാഹചര്യങ്ങളിലും ഒരുമിച്ച് വരുവാനായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥന കൂട്ടായ്മകൾ നടത്തുവാനായിട്ട് സഭായിക്യവാര പ്രാർത്ഥന മാത്രമല്ല, സഭായിക്യത്തോടു കൂടിയുള്ളതായ ചിന്തയോടു കൂടിയുള്ളതായ വിവിധ പ്രാർത്ഥന യോഗങ്ങൾ സംഘടിപ്പിക്കുവാനായിട്ടുള്ളതായ സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ സഭാസമൂഹങ്ങളുടെ പ്രത്യേകമായ ആവശ്യവും വ്യക്തികളുടെ ആവശ്യവും മുൻനിർത്തി സഭാവിശ്വാസികൾ ഒരുമിച്ച് വരുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടുള്ളതായ സാഹചര്യങ്ങളെ ഒരുക്കുവാനും നമുക്കൊരു കടമയും ഉത്തരവാദിത്വവുമുണ്ട്. ഇത് മാത്രമല്ല, പലപ്പോഴും സാമൂഹികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായ അവസരത്തില് ഇതര സഭകളിലെ സഹോദരങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് പൊതുവായി ഇടപെടലിൻ്റെതായ സാമൂഹികമായി പരസ്പര സ്നേഹത്തിൻ്റെതായ ശുശ്രൂഷകൾ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സഭായിക്യത്തെ സംബന്ധിച്ചിടത്തോളം കൂദാശകളുടെ സംസർഗത്തിന്റെ പരിമിതികൾ ഉണ്ട് എങ്കിലും ആത്മീയമായിട്ടും സാമൂഹികമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ മേഖലകളെ നമ്മൾ കണ്ടെത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവാനായിട്ടുള്ളതായ ഒരു കടമയും ഉത്തരവാദിത്വവുമുണ്ട്. പലപ്പോഴും പ്രവാസി ലോകത്തില് വിവാഹത്തിലൂടെ വിവിധ സഭകളിൽപ്പെട്ടതായ ആളുകൾ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് വിവാഹത്തിലേക്ക് കുടുംബ ബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യവുമുണ്ട്. ശത്രുതാ മനോഭാവത്തോടെയല്ല നാം ഇതിനെ കാണേണ്ടത്. നമ്മുടെ സ്വത്വം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറ ഏതെങ്കിലും വിധത്തിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ടുള്ളതായ വ്യക്തികളുമായി ഒരു ബന്ധത്തിലേക്ക് വരികയാണ് എങ്കിൽ സഭയുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അതിന് സാധിക്കുന്നതായ സാഹചര്യം ചെയ്തു കൊടുക്കുവാൻ ഈ വിഷയത്തെക്കുറിച്ച് സഭ നൽകുന്നതായ പ്രബോധനങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമായിട്ടുള്ളതായ കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വളരെ പ്രത്യേകമായ വിധത്തിൽ നമ്മുടെ യുവജനങ്ങള് മറ്റു പല മേഖലകളിലേക്ക് തെറ്റിപ്പോകാതിരിക്കുവാനായിട്ട് ന്യൂനപക്ഷം മാത്രം സംഘടിക്കുമ്പോൾ ചെറിയ കൂട്ടായ്മയാകുമ്പോൾ ഒരുമിച്ച് വരുവാനുള്ള സാധ്യതകൾ പരിമിതമായതുകൊണ്ട് തന്നെ വിവിധ സഭാവിഭാഗങ്ങളിലെ യുവാക്കൾ ഒരുമിച്ചുകൂടി വിശ്വാസ സംബന്ധമായ സാമൂഹികമായ സ്നേഹത്തിൻ്റെതായ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനായിട്ടുള്ളതായ സാഹചര്യങ്ങളും ഒരുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത്തരം ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ തന്നെ പരസ്പര ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെ ഓരോ വിഭാഗത്തിന്റെയും തനത് വിശ്വാസത്തെക്കുറിച്ച് തനത് അവരുടെ ജീവിത ശൈലികളെ കുറിച്ച് ബഹുമാനപൂർവ്വം കാണുവാനായിട്ട് അതിൽ ഇടപെടാതെ തന്നെ സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ സാധ്യതകൾ തേടേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, സമീപകാലത്ത് ഭാരതത്തിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ തൊഴിൽ തേടിയും ധാരാളം യുവജനങ്ങള് കുടിയേറിക്കൊണ്ടിരിക്കുന്നതായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുക. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തില് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വിവിധ സഭാ വിഭാഗങ്ങളിൽപ്പെടുന്നതായ യുവജനങ്ങളെ യുവജനങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ സഹായകമായ സാഹചര്യങ്ങൾ കണ്ടെത്തുവാനും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും സാധിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായ അവസരത്തിൽ തന്നെ ഓരോ സഭയുടെയും വിശ്വാസത്തിന്റെ പ്രത്യേകതകളും തനത് ജീവിത ശൈലികളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്ക് കഴിയണം. അതിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് സഹകരിക്കാവുന്നതായ മേഖലകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ളതായ സഹായ സഹകരണങ്ങൾ നൽകുവാനായിട്ട് അങ്ങനെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെയും സഹകരിച്ച് പ്രവർത്തിക്കാവുന്നതായ വേദികൾ ധാരാളമായിട്ടുണ്ട്. ഇത്തരം വേദികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സഭായിക്യത്തിന്റെ പുതിയ ഒരു സാധ്യതകൾ കണ്ടെത്തുവാനായിട്ട് അത് പ്രവർത്തനക്ഷമമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഓരോ സഭകളുടേതായ പ്രത്യേകതകൾ കൂടി അംഗീകരിച്ചുകൊണ്ട് അവരവരുടേതായ എല്ലാ സവിശേഷതകളെയും ആദരിച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ളതായ പുതിയ വേദികൾ കണ്ടെത്തുവാനായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭായിക്യത്തെക്കുറിച്ചുള്ളതായ സഭയുടെ ദർശനം,
ധന്യൻ മാരിവാനിയോസ് പിതാവിന്റെ സഭായിക്യ ദർശനത്തെ മുൻനിർത്തി കാലഘട്ടത്തിനനുസൃതമായി പുനർവ്യാഖ്യാനം ചെയ്യാനും അതോടൊപ്പം തന്നെ പരസ്പരം സഹകരിച്ചുകൊണ്ട് എന്നാൽ അതേസമയം സഭയുടെ സ്വത്വബോധം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രത്യേകമായ നിയോഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സഭായിക്യത്തിന് ഏറ്റവും നല്ല മാതൃകകളാകുവാൻ, സാക്ഷികളാകുവാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് സാധിക്കും. നമ്മുടെ സ്വത്വം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സഭായിക്യത്തിലൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ നമ്മുടെ സഭാപിതാക്കന്മാര് നിരന്തരം പരിശ്രമിച്ചിട്ടുള്ളത് ഒരു മാതൃകയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ സഭായിക്യത്തിന്റെ ഒരു നല്ല കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ശതാബ്ദിക്ക് വേണ്ടി ഒരുങ്ങുന്നതായ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു.